ആത്മീയതയുടെ നിറവിലാണ് തിരുനാവായ. കേരളത്തിന്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവം അക്ഷരാർത്ഥത്തിൽ ത്രിമൂർത്തി സംഗമസ്ഥാനത്തെ ഭക്തിയിലാഴ്ത്തി. കേരളത്തിൽ പുതുമയുള്ള കുംഭമേള കാണാൻ ആയിരങ്ങളാണ് എത്തുന്നത്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ സംഗമഭൂമിയായ തിരുനാവായ മഹാമാഘ ഉത്സവത്തിന് വേദിയായതോടെ ആയിരങ്ങളാണ് ഓരോ ദിനവും ഇവിടെ എത്തുന്നത്. ഉത്സവനാളിൽ സപ്തനദികളുടെ സാന്നിധ്യം ഭാരതപ്പുഴയിൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ ഈ വേളയിൽ നിളയിൽ സ്നാനം ചെയ്യുന്നതും നിള ആരതിയിൽ പങ്കെടുക്കുന്നതും ഭക്തർക്ക് പുണ്യമാണ്. ഇതുവരെ ഉത്തരേന്ത്യയിൽ നടക്കുന്ന കുംഭമേളകൾ ടിവിയിലൂടെ മാത്രം കണ്ടറിഞ്ഞവർ കുംഭമേളയുടെ ആത്മീയത തിരുനാവായയിലെത്തി നേരിട്ട് അറിഞ്ഞ് അനുഭവിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ കുംഭമേളയിൽ കാണാൻ പറ്റുന്നത്. പുതുതർപ്പണത്തിന് മാത്രമേ ഈ പ്രദേശത്ത് എത്തിയിട്ടുള്ളൂ. ഇപ്പൊ കുംഭമേള കേട്ടറിഞ്ഞ് വന്നാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇതിനുള്ള ഇത്രയും ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ തപസ്സരിക്കുന്ന ഈ പുണ്യഭൂമിയിൽ എത്തിയത് തന്നെ മഹാഭാഗ്യം. കുംഭമേള തുടങ്ങി ഓരോ ദിനം കഴിയുന്തോറും മേളയിൽ പങ്കെടുക്കാൻ എത്തുന്നവരുടെ എണ്ണം ക്രമാതീതമായി ഉയരുകയാണെന്ന് സംഘാടകർ പറയുന്നു. ഭൂതപൂർവമായ തിരക്കാണ്. ഇപ്പോൾ ഓരോ ദിവസവും നാടിന്റെ നാനാ ഭാഗത്തുനിന്നും അത് വന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. സാധാരണ നമ്മൾ രാവിലെ 5 മണിക്ക് തുറന്ന് സാധാരണ ദിവസങ്ങളിൽ 11 മണി വരെയാണ് നമ്മൾ ക്ഷേത്രത്തിന്റെ സമയം. അതിപ്പോൾ 12 മണി ആയാലും അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. രാവിലെ മുതൽക്ക് തുടങ്ങുന്ന ക്യൂ. അമാവാസി അന്ന് ഏകദേശം 1.5-2 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് ആൾക്കാരെ ഭാഗത്തേക്ക് കയറിയിരുന്നത്. കാഷായധാരികളായ സന്യാസിമാരുടെ സാന്നിധ്യവും മന്ത്രോച്ചാരണങ്ങളും ശംഖുനാദവും ഉയരുന്ന നിളാതീരവും കേരളത്തെ ആത്മീയതയുടെ പുതിയ തലങ്ങളിലേക്ക് ഉയർത്തുകയാണ്. കുംഭമേളയുടെ ആദ്യ ദിനങ്ങളിൽ കേരളത്തിനകത്തു നിന്നുള്ളവരാണ് കൂടുതലായി തിരുനാവായയിൽ എത്തുന്നത്. വരും ദിവസങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ കൂടി എത്തുന്നതോടെ വൻ തിരക്ക് നിളാതീരത്ത് അനുഭവപ്പെടും. തിരുനാവായയിൽ നിന്നും ടി. കെ. അരവിന്ദൻ, അമൃത ന്യൂസ്.